ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് ന്യൂ സലാത്തയിലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ആക്കാൻ വന്ന ഒരു വില്ലയാണ്, റൂമാണ്. അപ്പോൾ ഞാൻ വില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്കെങ്കിലും റൂം വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് റൂം കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് റൂം, നല്ല റൂമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫാമിലിക്കെല്ലാം നിൽക്കാൻ പറ്റും. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹാളുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്ലീനാക്കാൻ വന്ന റൂമാണ് കേട്ടോ, ഞങ്ങൾക്ക് കാണിക്കാമെന്നുള്ളൂ. ഇതാണ് കിച്ചനാണ്. നല്ല സുഖമാണ്. ഇവിടെ പുറത്തിങ്ങനെ വലിയ ഇതെല്ലാം വെച്ച് അതെല്ലാം തുറന്നിട്ട് കാറ്റെല്ലാം കൊണ്ടിങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കാം. നല്ല തണുപ്പത്തെല്ലാം നല്ല സുഖമാണ്. ഇത് ബാത്റൂമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാണ് ബാത്റൂം വരുന്നത് കേട്ടോ. ബാത്റൂം അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇത് കിച്ചനും നല്ല കിച്ചനാണ് കേട്ടോ, നല്ല സൗകര്യമുള്ള കിച്ചനാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഡോറ് തുറന്ന് കിച്ചന്, പിന്നെ ബാത്റൂം ഇവിടെ. പിന്നെ ഇതാണ് റൂം. ഒറ്റ റൂമുള്ളൂ. ഒറ്റ റൂമുള്ളൂ കേട്ടോ. ഈ ഒരാളുള്ളൂ കേട്ടോ. ഇതാണ് കണ്ടോ പുറത്തോട്ടുള്ളത്. നല്ല ഏരിയയാണ്, ന്യൂസലാത്തയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് വിട്ടാൽ നമ്മളെ വില്ലക്കാരൻ്റെ നമ്പർ തരുന്നതായിരിക്കും. ഈ വില്ലക്കാരൻ്റെ നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ. ഇതെല്ലാം എടുത്തതിന് ഇതിൻ്റെ പൈസ കാര്യങ്ങൾ മൊബൈൽ എല്ലാം നാസ്ത വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ വന്നതിന് ഇപ്പം ഞാൻ നാസ്ത വാങ്ങിയിട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ എന്നും ക്ലീനാക്കുമ്പോൾ തന്നെ കോറക്സ്, സോപ്പും പൊടി ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു സാധനമില്ല. ആർപ്പിക്ക് വരെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ താമസക്കാരനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റൂം. ഇപ്പോൾ ഞാൻ ക്ലീനാക്കണം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര കിച്ചൺ ഇഷ്ടപ്പെട്ടിട്ടാ. നമുക്കൊരു ടെൻഷനും കാര്യമില്ല. ഇവിടെ ഇങ്ങനെ നിന്നതാ, പുറമെല്ലാം കാണാം, പച്ചക്കറിയെല്ലാം നടാം. നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ കിച്ചനാണെങ്കിലും നല്ല സൗകര്യമുണ്ട്. ഞാനിങ്ങനെ കിച്ചൺ സൗകര്യമുള്ള റൂം നോക്കും, പക്ഷെ ഞാൻ ആ വില്ലയിൽ നിന്ന് പോകില്ല, അതാണ് വിഷയം. അപ്പോൾ ഇതാണ് ഇത്. ഇപ്പം എൻ്റെ ജോലി തുടങ്ങട്ടെ. അപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മെസ്സേജ് വിട്ടാൽ ഞാൻ അവരെ നമ്പർ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഒരു ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഫാമിലിക്ക് മാത്രമാണ് കൊടുക്കുള്ളത്. പിന്നെ ലേഡീസാർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടല്ലോ. സോപ്പും പൊടി കുറേ ഇട്ട് ഇതിൽ കോറക്സ് ഒഴിക്കണം. കോറക്സിന് ഞാൻ പറഞ്ഞിട്ട് വാങ്ങാൻ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഈ കിച്ചൺ നന്നാക്കാൻ എനിക്കിഷ്ടമാണ്. ഇവിടെ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് കോറക്സ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെല്ലാം ഒന്ന് ഒരതി കഴിഞ്ഞാൽ നമുക്കിത് നേരെ ബാത്റൂമിലേക്ക് ബ്രഷ് കൊണ്ട് വടിച്ചിട്ടാൽ നമ്മളെ സംഗതി കഴിയും. പിന്നെ ബാത്റൂമിൽ നന്നായിട്ട് കച്ചറുണ്ട് കേട്ടോ. അത്യാവശ്യം ഫുള്ള് കച്ചറാണ്, നല്ല കച്ചറുണ്ട്. കുറച്ച് പണിയുണ്ട് കണ്ടോ. ഡോറെല്ലാം ഇതെല്ലാം വെള്ളം ഒഴിച്ച് ഫുള്ള് നന്നായിട്ട് ക്ലീനാക്കണം. ഗ്ലാസ്സിലെല്ലാം കണ്ടോ എണ്ണ പിടിച്ചിട്ട് ഇതെല്ലാം കളയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം ഇന്ന് കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പം ഞാൻ തുടങ്ങട്ടെ കേട്ടോ. ഫുള്ള് നല്ല കച്ചറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കോറക്സ് എല്ലാം ഒഴിച്ച് ബാത്റൂമിൽ ഫുള്ള് കോറക്സ്, ചുമരും കാര്യങ്ങളും എല്ലാം ആർപ്പിക്കെല്ലാം ഒഴിച്ച് അതവിടെ കെടുക്കട്ടെ. അപ്പോൾ നമ്മളിനി ഹാളിലേക്ക് ഇതിവിടെ കെടുക്കട്ടെ കേട്ടോ. അപ്പം ആദ്യം നന്നാക്കുന്നത് ഹാളാണ്. ഞാൻ ഡോർ അടക്കട്ടെ. ഡോറ് ലോക്കിന് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞ്. ഇനി ഇതാദ്യം നന്നാക്കി ഇങ്ങോട്ട് വരും. ഇതപ്പോൾ ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്താൽ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എനിക്കതാ ഭാവം കുറേ വെള്ളമെല്ലാം വാങ്ങി തന്നതാട്ടോ. നമ്മളെ വില്ലക്കാരതാ നാസ്ത വാങ്ങി തന്നീന്. ഇതേപോലെ കുറേ വെള്ളം, മോരെല്ലാം വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ.
കുറച്ച് പണിയുണ്ട്. കിച്ചനും ബാത്റൂമും നല്ല കച്ചറയുണ്ട്, കുറച്ച് സമയം എടുക്കും ക്ലീൻ ആക്കാൻ. ഇപ്പോൾ ഈ ഡോറെല്ലാം കണ്ടില്ല, ഈ ഡോറിലെല്ലാം ഇപ്പോൾ ഞാൻ കുറച്ചു സോപ്പും പൊടി ഇങ്ങനെ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ കച്ചറ ഇളകാൻ വേണ്ടിയിട്ടാണ്, പിന്നെ തുടച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട റൂമാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെങ്കിൽ കിച്ചൺ കേട്ടോ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ എന്താ പറയുക, ഈ വീഡിയോ കണ്ടാൽ മെസ്സേജ് വിട്ടോളൂ. ലേഡീസിന് കൊടുക്കും, ഫാമിലിക്ക് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ.
നല്ല ചൂടാട്ടാ, നല്ല ചൂട്. ഞാൻ പുറമൊന്ന് ആ സ്റ്റെപ്പൊന്ന് അടിക്കാമെന്ന് വിചാരിച്ച് വെള്ളം എടുക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ കിട്ടിയ ഭയങ്കര ചൂട്. വെള്ളം എടുത്തിട്ട് ഞാൻ സ്റ്റെപ്പ് മുറ്റത്ത് പറഞ്ഞ അടുത്ത പണി ഞാൻ കിച്ചണ് ബാത്റൂം തുടക്കല്. കുറച്ച് ഇനിയാണ് മെനക്കെട്ട പണി കേട്ടോ. കിച്ചനും ബാത്റൂം എൻ്റെ ഇടയ്ക്ക് പിടുത്തം വിട്ട ചൂടാ. ഭയങ്കര ചൂടാവും.
കിച്ചൺ കഴിഞ്ഞു. ഇനി ബാത്റൂമുണ്ട്, തുടക്കണം. അതോടെ നമ്മൾ പണി കഴിഞ്ഞു. നല്ല ചൂടാ. എന്താ ചോദിച്ചാൽ ചൂടല്ലേ? പോകണം. മഫ് ശരിയല്ല, തോർത്തോണ്ട തോന്നുന്നു. നമ്മളിനി ഏറ്റവും കച്ചറുള്ള സ്ഥലങ്ങളാണ് കിച്ചനും ബാത്റൂമും. അതാണ് നന്നാക്കി കിട്ടേണ്ടത്. അപ്പോൾ അത് നന്നാക്കി നന്നാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിനി ക്യാമറ എല്ലാം ഓഫാക്കി പെട്ടെന്ന് ക്ലീനാക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുകൊണ്ട് കച്ചറ വേഗം പോകും. അപ്പോൾ നന്നായിട്ട് ബ്രഷ് ഇട്ടടിച്ച് വെള്ളം വഴിച്ച് ബാത്റൂമിലേക്ക് ആക്കി കിച്ചൻ്റെ ഇത് കഴിയും കേട്ടോ. തറയിൽ നല്ല കച്ചറ ഇന്ന് കമ്പിച്ചെങ്കിൽ ഇടഞ്ഞു. നമ്മൾ വെറുതെ ഒന്ന് വരിച്ച് ഈ തറ ഒന്ന് കമ്പിച്ചേരിയിട്ട് കച്ചറുള്ളവർക്കെല്ലാം വരച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് ഇതിടാൻ കേട്ടോ. നന്നായിട്ട് വരക്കട്ടെ. അപ്പം നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നീ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോകാൻ നിൽക്കുകയാണ്. വണ്ടിക്കാരന് എന്താ അറിയില്ല, ഫോൺ എടുക്കുന്നില്ല. അല്ല, ഇവിടെ കൊണ്ടാക്കിയ ഇല്ലക്കാരനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതിന് അതുപോലെ വിളിക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ റൂമിൽ പോവുകയാണ്. ഫുള്ള് നനഞ്ഞ് എല്ലാം ഇതായിന്. പിന്നെ കാണിച്ചു തരാം. അത് എൻ്റെ ഫർദയാണ് കേട്ടോ. ഫർദ വെള്ളമുണ്ട്. അപ്പോൾ ഈ റൂമാണ് ഞാൻ പറഞ്ഞ നല്ല റൂമാണ്, നല്ല വൃത്തിയുള്ള റൂമാണ്. പിന്നെ ഇത് വലിയ ഹാളാണ്. ഇപ്പോൾ ഒരു 3 പെണ്ണുങ്ങൾക്ക് 4 പെണ്ണുങ്ങൾക്കെല്ലാം നിൽക്കാൻ സുഖമായിട്ട് നിൽക്കും കേട്ടോ. ഫാമിലിക്കാണെങ്കിലും ഒരു കുഞ്ഞെല്ലാം ഉണ്ടെങ്കിൽ 2 കുഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഫാമിലിക്ക് നിൽക്കാം. അപ്പോൾ ഇത് ഫുള്ള് ക്ലീനാക്കി. ഇതെൻ്റെ വീട്ടിലേക്ക് റൂമിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ ക്ലീനാക്കിയ വില്ല. കിച്ചണെല്ലാം ഫുള്ള് ക്ലീനാക്കി. ഇതെൻ്റെ ഫോണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്ലീനാക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കിച്ചണെല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതേപോലെ ബാത്റൂം ആണെങ്കിലും നല്ല വൃത്തിയുള്ള ബാത്റൂം കേട്ടോ. ടൈലെല്ലാം നല്ല വൃത്തിയുണ്ട്. പിന്നെ ഞാൻ പോട്ടെ. മുഖമൊന്നും നോക്കണ്ട. നല്ല ചൂടാണ്. വേർത്ത് കുളിച്ച് ഇനി നേരെ റൂമിലേക്കാം. ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഈ റൂം ആർക്കെങ്കിലും ഫാമിലിക്കോ ലേഡീസിനെ കൊടുക്കുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇതിൽ മെസ്സേജ് വിട്ടാൽ ഞാൻ വില്ലക്കാരുടെ നമ്പർ തരും കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ ഈ വീഡിയോയിലൊന്നും ഇഷ്ടപ്പെട്ടാൽ ഫുള്ള് ക്ലീനാക്കുന്നൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ മൊബൈലും പിടിച്ച് നടന്ന എൻ്റെ പണിയൊന്നും നടക്കൂല. അതാണ് ഞാൻ എവിടുന്നും വീഡിയോ എടുക്കാത്തത്. ജോലി ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ എനിക്ക് വില്ലക്കാരെനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മണിക്കൂറിന് പണിയെടുക്കുമ്പോൾ ഫോൺ പോലും തൊടാൻ വിടില്ല. അപ്പോൾ ഇവരാകുമ്പോൾ കുഴപ്പമില്ല. നമ്മളെ കൊണ്ടുപോയി വിട്ട് അവർ പോകും, കഴിഞ്ഞാൽ എടുക്കും. അപ്പോൾ അത് നമ്മളെ ഇഷ്ടം പോലെ ഒരു സമയം കണ്ടെത്തും. എന്നാലും അത് നമ്മൾ കുറച്ചിട്ട് നമ്മളെ എമൗണ്ട് പറയുള്ളൂ. അപ്പോൾ ഇതാണ് വില്ല ക്ലീനാക്കി. കണ്ടല്ലോ,
നല്ല റൂമാണ്. ചെറിയ ഫാമിലിക്കെല്ലാം വേണമെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ന്യൂസ് അല്ലാത്തതാണ്. നല്ല ഏരിയയാണ്, ഫുള്ള് ഫാമിലി ഏരിയയാണ്, നല്ല നല്ല ഏരിയയാണ്. മുറ്റാണെങ്കിലും നിങ്ങൾ കുട്ടികൾക്കെല്ലാം മക്കൾക്കെല്ലാം കളിക്കാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അത് ഫുള്ള് ഫാമിലി കേട്ടോ. കിച്ചണെല്ലാം കണ്ടില്ല, നല്ല സുഖമാണ്. ഈ ഗ്ലാസ്സെല്ലാം തുറന്നിട്ട് ആ തണുപ്പിന് നല്ല സുഖമാണ്. നിങ്ങൾക്ക് ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഫുള്ള് ഫാമിലി കേട്ടോ. കണ്ട, ഇതാണ്. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത് പറഞ്ഞാൽ മലയാളി സലൂണില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള വില്ലയാണ് കേട്ടോ അത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ഇത് ചെറിയ ഗേറ്റ്, എല്ലാവരും നടന്നു പോകുന്നത്. പിന്നെ ഇത്രയും സൗകര്യമുണ്ട് മുറ്റത്തെല്ലാം. മക്കൾക്ക് കളിക്കാനും പുറത്തൊന്നും പോകണ്ട, പേടിക്ക് വേണ്ട. കുട്ടികൾക്ക് സൈക്കിളിലാണെങ്കിൽ പുറത്ത് വിട്ടാലും നമ്മൾ പുറത്ത് ഇറങ്ങി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സ്വന്തം സായി. ഓക്കെ, ബൈ ബൈ.